കണ്ണൂർ ചക്കരക്കല്ലിൽ മതിൽ തകർന്നു. വീടിനും കാറിനും കേടുപാട്. പള്ളിപ്പൊയിലിലെ ടി.കെ. ഇർഷാദിന്റെ വീട്ടുമതിലാണ് ഇടിഞ്ഞു വീണത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നു. നിഖിൽ, അതിഭീകരമായ ദൃശ്യങ്ങളാണ് വിവരങ്ങൾ. ലക്ഷ്മി, ഇന്ന് രാവിലെയാണ് കനത്ത മഴയിൽ ഇത്തരത്തിൽ മതിൽ തകർന്നു വീണത്. പള്ളിപ്പൊയിൽ ബാങ്കിന് പിറകുവശത്തുള്ള ടി.കെ. ഇർഷാദിന്റെ വീട്ടുമതിലാണ് തകർന്നു വീണത്. കാറിനും വീടിനും തകരാർ സംഭവിച്ചിട്ടുണ്ട്. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുകളിലേക്ക് മതിൽ ഒന്നാകെ നിലംപതിക്കുകയായിരുന്നു. കാറ് ഭാഗികമായി തകരുകയും വീടിന്റെ ഒരു ഭാഗത്തിന് കേടുപാട് പറ്റുകയുമാണ് ചെയ്തത്. ഇതിന് സമീപത്തുള്ള റോഡിലെ വെള്ളം ഡ്രൈനേജ് സംവിധാനത്തിലൂടെ പുറത്തേക്ക് കളയാൻ സാധിക്കാത്തതിനെ തുടർന്ന് പറമ്പിലേക്ക് കുത്തിയൊലിച്ചെത്തിയ വെള്ളം കാരണമാണ് ഈ മതിൽ ഇങ്ങനെ പൊടുന്നനെ തകർന്നത് എന്നാണ് വീട്ടുടമ പറയുന്നത്. സമീപത്തെ 2 വീടുകളിൽ ഇതിന് പിന്നാലെ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ ഇടിഞ്ഞുപോയ മതിലിനോട് ചേർന്ന് ഒരു മൊബൈൽ ടവർ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മൊബൈൽ ടവറും ഏത് സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് എന്ന സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. നിഖിൽ, ഇന്ന് രാവിലെ നിഖിലുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഒരു മതിലിടിഞ്ഞ് വീഴുന്ന അതിഭീകരമായ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. 2 കുട്ടികൾ അവര് ഈ തലനാരിഴയ്ക്കൊക്കെ രക്ഷപ്പെട്ടാൽ മതി, അമ്മാതിരി ഒരു അപകടമായിരുന്നു. ഏകദേശം അതുമായിട്ട് സാമ്യമുള്ള ഒരു അപകടം തന്നെയാണ് ഇതും, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഈ ചക്കരക്കല്ലിൽ തന്നെയാണ്, ചക്കരക്കല്ലിനോട് അടുത്തുള്ള അഞ്ചരക്കണ്ടിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടവും ഉണ്ടായത്. മദ്രസ വിട്ട് വരികയായിരുന്ന കുട്ടികൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആ മതിൽ തകർന്നു വീഴുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ഭാഗ്യം കൊണ്ട് ആ കുട്ടികൾ രക്ഷപ്പെട്ടത്. കുട്ടികളുടെ ആ ഒരു മനസാന്നിധ്യം കൊണ്ട് കൂടിയാണ് അവർ ഓടി മാറിയത്. ഏതായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ മഴ ജില്ലയിൽ തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പലയിടങ്ങളിലും വെള്ളം പൊങ്ങുന്ന സാഹചര്യമുണ്ട്. റോഡുകളും തോടുകളും തിരിച്ചറിയാനാവാത്ത രീതിയിലേക്ക് പലയിടങ്ങളിലും വെള്ളം പൊങ്ങിക്കഴിഞ്ഞു. പല പാലങ്ങളും വെള്ളത്തിനടിയിൽ മുങ്ങിക്കഴിഞ്ഞു. വലിയ നാശനഷ്ടങ്ങൾ കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തും ഇത്തരത്തിൽ ഈ കനത്ത മഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മഴ ശക്തമാകാനുള്ള സാഹചര്യം തന്നെയാണ് കാണുന്നതും. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ. നാളെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് അവധി. ഈ അവധി നിലനിൽക്കുമ്പോൾ പോലും തികഞ്ഞ ജാഗ്രത പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. നിഖിൽ, അതിനോടൊപ്പം തന്നെ ഈ കണ്ണൂരിലെ പലയിടത്തും മലവെള്ളപ്പാച്ചിലുണ്ടായതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ജില്ലയിൽ 2 ഉരുൾപൊട്ടിയതായുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. കർണാടക ഉൾവനത്തിലും ഒപ്പം തന്നെ കാഞ്ഞിരക്കൊല്ലിയിലും ഉരുൾപൊട്ടിയതായുള്ള ഒരു സംശയമുണ്ട്. ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിലും പുഴകൾ കുതിച്ചൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആറളം ഫാമിന്റെ പ്രവേശന കവാടമായ പാലപ്പുഴ പാലം പൂർണ്ണമായും മുങ്ങുന്ന സാഹചര്യം. ഈ പാലപ്പുഴ പാലത്തിലൂടെ വെള്ളം കുതിച്ചൊഴുകുന്ന ദൃശ്യങ്ങൾ അല്പസമയം മുൻപ് പുറത്തു വന്നതാണ്. ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പുഴകൾ പലതും മാറിയിട്ടുണ്ട്. മാത്രമല്ല വളപട്ടണം പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന് സവിശേഷ സാഹചര്യം നിലനിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അത് ഈ മലവെള്ളപ്പാച്ചിലുമായി ബന്ധമില്ലെങ്കിൽ പോലും ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ വെറ്റിലപ്പള്ളി ഭാഗത്ത്, കണ്ണൂർ നഗരത്തോട് ചേർന്ന സിറ്റി വെറ്റിലപ്പള്ളി ഭാഗത്ത് 5 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബോട്ടുകൾ ഉൾപ്പെടെ എത്തിച്ചാണ് ഇത്തരത്തിൽ ഈ 5 കുടുംബങ്ങളെയും അവിടെ നിന്ന് മാറ്റി ക്യാമ്പിലേക്ക് പാർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയത്. ഒപ്പം തന്നെ ഉളിക്കൽ, മണിക്കടവ് തുടങ്ങിയ പ്രദേശങ്ങൾ, മണിക്കടവിലൊക്കെ പാലങ്ങൾ മുങ്ങുന്ന സാഹചര്യമുണ്ട്. ചപ്പാത്ത് പാലങ്ങളിലൂടെയൊക്കെ അതിവേഗതയിൽ വെള്ളം കുതിച്ചൊഴുകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഇവിടങ്ങളിലെല്ലാം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മലയോരത്ത് മണ്ണിടിച്ചിലിനുൾപ്പെടെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ ദിനങ്ങളിൽ മഴക്കാലത്ത് കണ്ണൂർ ജില്ല കടന്നു പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ വലിയ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത്.